നമ്മളിപ്പോൾ ഒരു സിനിമയിൽ കാണുന്നത് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്, അവരുടെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിന് പുറത്ത് ഇപ്പം എൻ്റെ അരികിലൊക്കെ വന്നിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു റിഹേഴ്സൽ സ്ഥലത്ത് ചെയ്യുന്നത് പച്ച മനുഷ്യനായിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അവരുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ആ ഒരു പച്ച മനുഷ്യൻ്റെ ഓരോ ഇമോഷനെയും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ ഉണ്ട്. പക്ഷെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്നത് അവരുടെ മറ്റൊരു തലമാണ്. ഞാൻ ഒരുപാട് ആക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്, ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് സിനിമയിലും അത്രയും ക്യാരക്ടേഴ്സ് ചെയ്യുന്ന, ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ചില ആക്ടേഴ്സ് യഥാർത്ഥത്തിൽ ഈ ട്രെയിനിങ് സമയത്തൊക്കെ ഭയങ്കര ഷൈ ആയിട്ട് നിൽക്കുന്ന ആളുകളായി. അവരൊരു പേഴ്സണൽ ഇമോഷൻ അല്ലല്ലോ കഥാപാത്രത്തിലാകുമ്പോൾ, അത് പേഴ്സണൽ ഇമോഷനൊക്കെ നമ്മൾ അപ്പുറത്ത് കാണാം. ആ കഥാപാത്രത്തിൽ പെർഫോമർ അല്ല, ആ പെർഫോം ചെയ്യുന്ന ആ കഴിവുള്ള ടാലന്റ് ആണ് നമ്മൾ നേരിട്ട് കാണുന്നത്. ഇതാണ് അതിൽ ഉള്ള വ്യത്യാസം. അപ്പോൾ അഭിനയം ഒരു ജോലിയാണോ? അഭിനയം ജോലി ആണ്, അതേസമയം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാന, ജീവികളുടെ തന്നെ അങ്ങനെ ആലോചിച്ച് നോക്കാം, അല്ലാണ്ട് മനുഷ്യൻ എന്ന് മാത്രമൊന്നുമല്ല. കിട്ടിയിട്ടുള്ള ഒരു ലൈഫ് അത് ഏറ്റവും സന്തോഷകരമായി സംതൃപ്തമായിട്ട് എങ്ങനെ ജീവിച്ചു തീർക്കണം എന്നാണ് നമ്മുടെയൊക്കെ ഒരു ലക്ഷ്യം തന്നെ, അതാണ്. പക്ഷെ അത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സന്തോഷം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അഭിനയം. ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, മറ്റേതൊരു കലയിലും ഇല്ലാത്തൊരു കാര്യം ഇതിലെന്താ വെച്ചാൽ, നമ്മൾക്ക് നമ്മളായിരിക്കെ തന്നെ നമുക്ക് ആരായി മാറാനായിട്ട് കഴിയും, നമുക്ക് ഒരു കഥാപാത്രമായി മാറാൻ കഴിയും. ഇങ്ങനെ മാറാൻ കഴിയുന്ന ഏത് ആർട്ടുണ്ട്? അപ്പൊ അതുകൊണ്ട് അതൊരു ഭാഗ്യമാണ്, ഒപ്പം തന്നെ അത് തൊഴിലായി സ്വീകരിക്കുകയും വേണം.